എളങ്കൂരിലെ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് പ്രഭിൻ കസ്റ്റഡിയിൽ. പൂക്കോട്ടുംപാടം സ്വദേശിനി വിഷ്ണുജയെ വ്യാഴാഴ്ചയാണ് ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുജയുടെ മരണം ഭർത്തൃ പീഡനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ മഞ്ചേരി പോലീസാണ് പ്രഭിനെ കസ്റ്റഡിയിലെടുത്തത്. മഞ്ചേരി എളങ്കൂരിൽ യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച സംഭവത്തിലാണ് ഭർത്താവ് പ്രഭിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൂക്കോട്ടുംപാടം സ്വദേശിനി വിഷ്ണുജയെ വ്യാഴാഴ്ചയാണ് ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുജയുടെ മരണം ഭർത്തൃപീഡനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. മഞ്ചേരി പോലീസാണ് പ്രഭിനെ കസ്റ്റഡിയിലെടുത്തത്. സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിലും ജോലിയില്ലെന്ന് പറഞ്ഞും പ്രഭിൻ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു. പീഡനത്തിന് ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്നും എടുക്കാണ്ട് അത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറഞ്ഞു, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഒപ്പം വരണ്ട കേട്ടോ, ഇജ് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കും. അതിനോള് കഠിനാധ്വാനം ചെയ്യുന്നു. അതങ്ങനെ. പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല. അത് പറഞ്ഞ് ഇവന്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോകില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലമായി. എന്ത് ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂര് തേക്ക് മ്യൂസിയത്തേക്ക്. അതുവരെ എൻ്റെ കുട്ടികാരനില്ല. എൻ്റെ വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക്. 2023 മെയ് മാസത്തിലായിരുന്നു എളങ്കൂർ സ്വദേശി പ്രഭിനും പൂക്കോട്ടുംപാടം സ്വദേശിനി വിഷ്ണുജയും വിവാഹിതരായത്. മൂന്നാമതൊരാൾ ഇടപെട്ടാൽ തനിക്ക് പ്രശ്നമാണെന്നും അതൊക്കെ താൻ തന്നെ ശരിയാക്കുമെന്നും വിഷ്ണുജ പറഞ്ഞിരുന്നതായി പിതാവ് പറയുന്നുണ്ട്. വിഷ്ണുജയെ പ്രഭിൻ മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. പ്രഭിന് ക്രിമിനൽ സ്വഭാവമാണ്. മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നുള്ളതടക്കം ഇപ്പോൾ വ്യക്തമായെന്നും സൗന്ദര്യമില്ലെന്നുൾപ്പെടെ കാരണമായി പറഞ്ഞ് വിഷ്ണുജയെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും വിഷ്ണുജയുടെ പിതാവ് പറയുന്നു. മൂന്നാമത്തെ ഒരാൾ ഇടപെട്ട അത് പ്രശ്നമാണ്. അപ്പൊ അത് ഞാൻ തന്നെ പരിഹരിക്കും. എൻ്റെ ഏട്ടനെ ഞാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരുന്ന അവള് പറഞ്ഞ. അവള് ഒരു മനക്കരുത്തുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഞാൻ അതിൽ ഇടപെട്ടില്ല. അപ്പൊ അവള് പറഞ്ഞു, ഇടപെടേണ്ട സമയം വരുമ്പോ ഞാൻ പറയണ്ട്, അപ്പൊ ഇടപെടാന്ന് പറഞ്ഞു. അതേസമയം ആരോപണം നിഷേധിച്ച് പ്രഭിന്റെ കുടുംബം രംഗത്തെത്തി. പ്രഭിനും ഭാര്യ വിഷ്ണുജയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നെന്നും ഇതേക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്നുമാണ് പ്രഭിന്റെ കുടുംബം പറയുന്നത്. കേരള വിഷൻ, മഞ്ചേരി.